വേണ്ടാത്ത പണിക്കൊന്നും പോവല്ലേ. ഇപ്പൊ അവിടുന്ന് ചാടിപ്പോന്ന എത്രയാ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരിക എന്ന് വല്ല രൂപമുണ്ടോ? ആദ്യം അവിടുത്തെ പണി തീർക്കും, എന്നിട്ട് സമാധാനമായിട്ട് വന്നാൽ മതി. ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഡോക്ടേഴ്സിന്റെ ഒരു പട തന്നെയുണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നത്? What happened? I just want to tell you something. I have shocking news for you. I am so excited. എടി പിന്നെ കളിക്കാതെ കാര്യം പറ. എന്റെ വയറ്റില് 4 പിള്ളേരുണ്ട്. What? എന്റെ വയറ്റില് സാറിന്റെ 4 പിള്ളേരുണ്ട്. Really? അണ്ണാ, എന്റെ പെണ്ണെ, ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. 46 years of my celibacy. എന്റെ 46 വർഷത്തെ ബ്രഹ്മചര്യം. Now it's meaningful. കർത്താവേ, നിനക്ക് സ്തോത്രം. ഒടുവിൽ ആ ദിവസമെത്തി. Hearty congrats, Mr. John David. You are one of the luckiest father in the world. Thank you. But remember, for God's sake. Yeah. I won't repeat it. Okay, good. Thank you. Bye. My God. പിന്നീട് അങ്ങോട്ട് ഏതോ സ്വപ്നലോകത്തിലെന്ന പോലെയായി എൻ്റെ ദിവസങ്ങൾ. വീട്ടിൽ, ഓഫീസിൽ, കാറിൽ എനിക്ക് ചുറ്റും 4 സ്വർണ്ണ മത്സ്യങ്ങൾ. എൻ്റെ അന്നയുടെ ചിരി, പരിഭവങ്ങൾ. അയ്യോ, 4 കൂടി ഇതൊരു പരിവാക്കും. നിന്നെ പറഞ്ഞ വയറന്മാരാ 4. പിന്നെ 4 ആളും കൂടി ഒരുമിച്ച് ഉറങ്ങുന്ന പ്രശ്നമില്ല. ആരെങ്കിലും ഒരാള് എപ്പോഴും ഉണർന്നിരുന്ന് കീറും. അമ്മയുടെ ബോറടി മാറ്റാനേ. അമ്മയില്ലേ അവിടെ? ഉണ്ടല്ലോ, പക്ഷെ അവിടെ പാലില്ലല്ലോ. നീ ഇങ്ങോട്ട് വാ, എന്നിട്ട് വേണം ഈ 4 എണ്ണത്തിനെ നിന്നെ ഏൽപ്പിച്ചിട്ട് എനിക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ. അല്ലടാ? ഓക്കെ. അന്നയുടെ പ്രസവ ശുശ്രൂഷകൾ നാട്ടിലെത്തി ചിട്ടയായി നടത്തണമെന്ന് അമ്മയ്ക്കായിരുന്നു ശാഠ്യം. ഞാനും അത് സമ്മതിച്ചു. വിസയുടെ കാര്യത്തിന് മക്കളുമായി എംബസി പോയി മടങ്ങുമ്പോൾ അവൾ എന്നെ വിളിച്ചു. നോക്ക്, ഇവര് പകുതി മലയാളികളാ. പാസ്പോർട്ടോ വിസയോ ഒന്നുമില്ലാത്തവര്. ഇവരുടെ കൂട്ടത്തിലാ പപ്പ രഘുവേട്ടനെ കണ്ടത്. ആസാമിൽ ഇവരൊരുമിച്ച് ജോലി ചെയ്തിരുന്നു. ആൻറ്റി ഒരു മോളും ഒപ്പുണ്ട്. എനിക്ക് ശരിക്കും സങ്കടം തോന്നി. അതെ, രഘുവേട്ടന്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. അവരുടെ സ്പോൺസറുമായിട്ട് പപ്പ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരെ നാട്ടിൽ വിടാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട്. ഞാൻ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, പിന്നെ വരാട്ടോ. ഓക്കെ, ബൈ. അതെ, അവർക്കും കൂടി ടിക്കറ്റ് റെഡിയായി, സെയിം ഫ്ലൈറ്റിന് തന്നെ. പിന്നെ എന്തായാലും നാട്ടിലേക്ക് പോവല്ലേ, അപ്പൊ അവരെയും കൂട്ടി പുറത്തു പോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ ഞാൻ പപ്പയോട് പറഞ്ഞു. അവരതിന് പോയേക്കാം. ടിക്കറ്റ് റെഡിയായി വിവരം അറിഞ്ഞപ്പോൾ അവിടെ സന്തോഷം ഒന്ന് കാണണം. ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അവരുടെ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവും, അല്ലേ ജോൺ? അതായിരുന്നു അവളുടെ അവസാനത്തെ കോൾ. പിന്നെ 2 ദിവസം അന്നെ എനിക്ക് ഫോണിൽ കിട്ടിയില്ല. 3-ാമത്തെ ദിവസം ആ വാർത്തയെത്തി. ജോസഫ് ജോർജും കുടുംബവും ആത്മഹത്യ ചെയ്തു. എന്റെ സ്വർണ്ണ മത്സ്യങ്ങളെ ഞാൻ ആദ്യമായി കണ്ടു. പപ്പയ്ക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന്
എനിക്കൊരറിവും ഉണ്ടായിരുന്നില്ല. അന്ന പറഞ്ഞിട്ടുമില്ല. പക്ഷെ അക്കൗണ്ടിലെ മുഴുവൻ പണവും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരുന്നു. മരണത്തിന് അരമണിക്കൂർ മുൻപ് ഒരു സിംഗപ്പൂർ കമ്പനിയുമായി പപ്പയ്ക്കൊരു കേസുണ്ടായിരുന്നു. അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് 2 ദിവസം മുൻപ് വന്ന ഒരു മെയിലിൻ്റെ ഉറപ്പിൽ പോലീസ് ആത്മഹത്യ എന്ന അടിവരയിട്ട് പറയുമ്പോഴും എൻ്റെ മനസ്സിനെ അത് വിശ്വസിപ്പിക്കാൻ എനിക്കായില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഉറക്കമില്ലാത്ത രാത്രികളുമായി 1 വർഷം കടന്നുപോയി. क्या हाल है? Alaikum salam. I was sleeping. My मुश्किल. I'm sorry. Okay. ഹൈവേ ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥനും മലയാളിയുമായ ജോസഫ് ജോർജും കുടുംബവും സ്വന്തം കാറിൽ ശ്വാസം മുട്ടി മരിച്ച നിലയിൽ. ദഫ്നയിലെ സ്വവസതിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ജോസഫ് ജോർജ്, ഭാര്യ ഗ്രേസി ജോർജ്, മകൾ അന്ന, അന്നയുടെ 6 മാസം വീതം പ്രായമുള്ള 4 കുഞ്ഞുങ്ങൾ എന്നിവരാണ് ദാരുണമായി മരണപ്പെട്ടത്. എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്കായി കാറിൽ കയറിയ അവസ്ഥയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാറിന്റെ ലോക്ക് സിസ്റ്റത്തിൽ വന്ന തകരാറാവാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശ്രീ ജോസഫ് ജോർജിന്റെയും കുടുംബത്തിന്റെയും മരണം ഒരു അപകട മരണമാണെന്ന് പോലീസും മറ്റു മാധ്യമങ്ങളും പറയുമ്പോൾ പ്രവാസി ചാനൽ ഈ ദുരൂഹ മരണത്തെക്കുറിച്ച് ഗൗരവമേറിയ ചില സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ജോസഫ് ജോർജിന്റെയും കുടുംബത്തിന്റെയും ദാരുണ മരണം കൊലപാതകം. പ്രവാസി ചാനൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാക്കുന്ന നടുക്കുന്ന റിപ്പോർട്ടിലേക്ക്. കാറിന്റെ ലോക്കിംഗ് സിസ്റ്റത്തിലെ അപാകതയാണ് മരണകാരണമെന്ന് പോലീസ് പറയുമ്പോഴും അതിന്റെ സാധ്യത 100% തള്ളിക്കളയുകയാണ് സിറ്റിയിലെ പ്രമുഖ കാർ ഡീലറും ഓട്ടോമൊബൈൽ എക്സ്പേർട്ടുമായ ജാക്ക് തോബിയാസ്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ശക്തമായ നിലപാടോടെ 3 ദിവസങ്ങളിൽ വാർത്ത കൊടുത്ത പ്രവാസി ചാനൽ 1 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 5-ാം ദിവസം മരണം ആത്മഹത്യ എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് മറ്റൊരിര കൂടി. ജോസഫ് ജോർജിന്റെയും കുടുംബത്തിന്റെയും മരണം ആത്മഹത്യ തന്നെ എന്നുറപ്പിക്കാവുന്ന നിർണായകമായ തെളിവുകൾ പ്രവാസി ചാനലിന് ലഭിച്ചു. റിസഷനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ജോസഫ് ജോർജ് എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബ സുഹൃത്തുക്കൾ വ്യക്തമാക്കി. മരണത്തിന് ഒരാഴ്ച മുമ്പ് ഒരു സിംഗപ്പൂർ കമ്പനിയുമായിട്ടുള്ള നിയമയുദ്ധത്തിൽ ജോസഫ് ജോർജ് പരാജയപ്പെട്ടിരുന്നു. അത് അദ്ദേഹത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. മരണത്തിന് 1 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലെ മുഴുവൻ പണവും 2 സിംഗപ്പൂർ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെ ആ നിമിഷം മൂടിവെച്ച സത്യത്തിലേക്കുള്ള വാതിൽ എന്റെ മുന്നിൽ തുറന്നു കിട്ടി. ചാനൽ പൂട്ടിയിട്ട് 5-6 മാസമായി. അനന്തരനെ പറ്റി പിന്നെ എനിക്കൊരു വിവരമില്ല. അന്ന് അവരുടെ കൂടെ പണിയെടുത്തിരുന്ന ഒരു ജലാലുണ്ട് ഷാർജയിൽ. മൂപ്പരോട് ചോദിച്ചാൽ അറിയാൻ പറ്റേക്കും. അനന്തൻ പിന്നെ നാട്ടിലേക്ക് പോയി. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഫ്രീക്വന്റ് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ മാറിയിട്ടുമുണ്ട്. ഈ ജോസഫ് ജോർജിന്റെ മരണവാർത്ത വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ജോയ്ച്ചൻ പുറമറ്റം എന്നെ ഒന്ന് വിളിച്ചിരുന്നു. ഈ ചാനൽ ചെറിയ പ്രശ്നമായിരുന്ന സമയത്ത് ഞങ്ങളൊന്ന് സഹായിക്കാൻ വേണ്ടി മൂപ്പരെ ഒന്ന് സമീപിച്ചാ അന്ന് മൈൻഡ് ചെയ്യായിരുന്ന കക്ഷി ഇങ്ങോട്ട് വിളിച്ച് ഫണ്ട് ഓഫർ ചെയ്തു. എന്തായിരുന്നു അയാളുടെ ഡിമാൻഡ്? അതറിയില്ല. അനന്തനുമായി ഡയറക്റ്റ് ആയിരുന്നു ഡീലിങ്സ്. ഇവിടെ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തിയിരുന്ന റീനു കുരുവിള എൻ്റെ ഫ്രണ്ടാ. റിസഷൻ വന്നപ്പോൾ അവർക്ക് കുറച്ച് ഐഡിയൊക്കെ കിട്ടി. നാട്ടിലേക്ക് പോവുകയും ചെയ്തു. ജോസഫ് ജോർജിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് റീനു വിളിച്ചു. ഇച്ചായനെ ആ അനന്തരാമനല്ലേ?
അയാളുടെ നാവൊന്ന് അടച്ചു തരണം. കാശ് എത്രയാ വേണ്ടേന്ന് വെച്ചാ ഞാൻ അങ്ങ് എത്തിക്കാം. അവര് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു തന്നു. ഞാനത് അനന്തരാമന് കൊടുത്തു. ആദ്യം അയാൾ വഴങ്ങിയില്ല. പിന്നെ ചാനലിന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമായിരുന്നല്ലോ. രണ്ടാമത് ഇങ്ങോട്ട് വിളിച്ച് ഓക്കെ പറയുകയായിരുന്നു. വാർത്ത മാറ്റി കൊടുക്കുകയും ചെയ്തു. റീനു കുരുവിള ഇപ്പൊ അവിടെ ഉണ്ട്, കൊച്ചിയിൽ. Why should you be here? അതിനുള്ള ഉത്തരം ഇപ്പൊ കിട്ടിയില്ലേ? എനിക്ക് ഞാൻ എൻ്റെ 4 മക്കൾ, ഭാര്യ, അവളുടെ അച്ഛൻ, അമ്മ, എല്ലാവർക്കും നല്ലത് വരണം എന്ന് മാത്രം പ്രാർത്ഥിച്ച ഒരു കുടുംബം. എങ്ങനെയാണ് അവരെ എനിക്ക് നഷ്ടപ്പെട്ടത്? നിന്റെ നാവുകൊണ്ട് എനിക്കത് കേൾക്കണം.